ഇനി മുതൽ ഒന്ന് സൂക്ഷിച്ചോളൂ. പൊതുസ്ഥലത്ത് മാലിന്യം ശേഖരിക്കുന്ന ബിന്നുകൾക്ക് ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു. ഇവയിൽ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം തള്ളുന്നുണ്ടോ, മാലിന്യം കൃത്യമായി നീക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ക്യാമറയിൽ നിരീക്ഷിക്കും. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യം ബിന്നിൽ തള്ളിയാൽ കർശന നടപടി ഉണ്ടാകും. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാലുള്ള പിഴയടയ്ക്കുകയോ മറ്റ് നിയമ നടപടികളോ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ നേരിടേണ്ടി വരും. ബിന്നുകൾ സ്ഥാപിച്ച സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുന്നതിന് പുറമെ സമീപത്തെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും ക്യാമറയും നിരീക്ഷണത്തിന് പ്രയോജനപ്പെടുത്താനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം. സമീപവാസികളുടെ സഹായത്തോടെ ജനകീയ നിരീക്ഷണവും ഉണ്ടാവും. മാത്രമല്ല, ബിന്നുകൾ കാണാമറയത്ത് വെക്കാതെ പെട്ടെന്ന് കണ്ണിൽ പെടുന്ന വിധം സ്ഥാപിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജൈവ അജൈവ മാലിന്യം നിക്ഷേപിക്കാനുള്ള ബിന്നുകളിൽ 10 മീറ്റർ ദൂരത്ത് നിന്നും വെക്കാവുന്ന വിധം മലയാളത്തിലും ഇംഗ്ലീഷിലും ലേബൽ പതിപ്പിക്കണം. അതിർത്തി പ്രദേശങ്ങളിൽ അയൽ സംസ്ഥാനത്തെ ഭാഷയിലും അതിഥി തൊഴിലാളികളുള്ള പ്രദേശങ്ങളിൽ ഹിന്ദിയിലും ബോർഡ് വയ്ക്കും. കാഴ്ചവൈകല്യമുള്ളവർക്ക് ബ്രെയിലി ലിപിയിലും വായിക്കാനാകും. പെട്ടെന്ന് തിരിച്ചറിയാൻ റിഫ്ലക്ടറും പരാതി അറിയിക്കാൻ നമ്പറും പതിപ്പിക്കും. കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ 25 മീറ്റർ ഇടവിട്ടും തിരക്ക് കുറവുള്ളിടങ്ങളിൽ മാലിന്യത്തിന്റെ തോതനുസരിച്ച് 100 മുതൽ 250 മീറ്റർ ഇടവിട്ടും മറ്റിടങ്ങളിൽ 500 മീറ്റർ അകലത്തിലും ബിൻ സ്ഥാപിക്കും. ഇവിടെ മാലിന്യം നീക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. കൂടാതെ ദിവസേനയുള്ള മാലിന്യം നീക്കാൻ GPS സൗകര്യമുള്ള വാഹനങ്ങളുമായി പ്രത്യേക സംഘത്തെ നിയോഗിക്കും. തരംതിരിക്കാനാവാത്ത മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് നൽകും.